ഹായ്, ഞാൻ സുധിമോൾ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിട്ട സമയത്ത് കുറേ ആൾക്കാരാണ് ചോദിച്ചായിരുന്നു ഇത് വീടൊന്ന് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഹാപ്പി ആയിട്ട് എനിക്കതിൽ എൻ്റെ വീട് ഇങ്ങനെയാണെന്നുള്ളതിന് ഞാൻ എന്ത് പറയുന്നത്, അതെനിക്കത് സങ്കടമായിട്ട് തോന്നിയിട്ടില്ല. സങ്കടമുണ്ട്, കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണം. നമുക്ക് ഭയങ്കര ആഗ്രഹം. അവരെപ്പോഴും പറയും, അമ്മ നമ്മൾ പെയിൻ്റ് അടിച്ച് വീട്ടിൽ എന്നാ അമ്മ കിടക്കുന്നതെന്ന് ചോദിക്കും അവർ. കാരണം അവരങ്ങനെ ജനിച്ച കാലം പോലെ അവർ ഈ ഷെഡിലാണ് കണ്ടേക്കണത്. ഈ ഷെഡിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഫീലുണ്ട്, അവർക്കുണ്ട്. പിന്നെ ഞാൻ ഇതിനും ഗതികെട്ട് വളർന്നു വന്നുകൊണ്ടായിരിക്കും ഇതെനിക്ക് സ്വർഗമായിട്ട് തോന്നിയിട്ടുള്ളത്. കുറേ ആൾക്കാർ ചോദിക്കും, സുധി എങ്ങനെ സന്തോഷത്തോടെ ഇതിന് പറയാൻ സാധിക്കുന്നതെന്ന്. ഞാൻ എന്ന് പറഞ്ഞാൽ ജനിച്ച കാലം പോലെ ഇങ്ങനെ വളർന്ന ഒരാളായിട്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഞാൻ എപ്പോഴും പറയണ്ട, എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ അങ്ങനെ തെണ്ടി വളർന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വീട് സ്വന്തം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് സ്വർഗമായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ മക്കൾക്ക് അങ്ങനെയല്ലല്ലോ. അവർക്ക് വിഷമമുണ്ട്. ഇത് കൂട്ടുകാരൊക്കെ വരുമ്പോൾ വരാതിരിക്കാനൊക്കെ പറയും. കൂട്ടുകാരൊക്കെ പറയുമ്പോഴത്തേക്കും വരണ്ടെന്നൊക്കെ പറയും. അത്ര സങ്കടം അവർക്കുണ്ട്. പിന്നെ അതല്ല ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യങ്ങൾ. ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് വീഡിയോയുടെ അടിയിലായിട്ട് ഒത്തിരി ആൾക്കാർ കൈ കൊടുക്കാം, സുധിക്ക് 100 രൂപയുടെ ചലഞ്ച് അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കമൻറ്റ് പോലും കാണാത്തില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്ന കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കാണാത്തത്. ഒത്തിരി ആയി കഴിയുമ്പോൾ എനിക്ക് കമൻറ്റ് കാണാതികളുണ്ടെങ്കിൽ മാത്രമാണ്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും റീപ്ലൈ തരാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല, ഇത്ര സാധനം ഞാൻ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് അയക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം IAS പഠിക്കുന്ന ഒരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് വോയിസ് വല്ല ആയിരുന്നു കമൻറ്റ് റീപ്ലൈ തരുന്നത് ഞാൻ പടപടപടപടയാൻ അയച്ചേനെ. ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ആരും റീപ്ലൈ കിട്ടാത്തതിൽ എന്നോട് ഒരു പരാതി തോന്നരുത്. ഞാൻ റീപ്ലൈ ഒക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കൊരാൾ വീട് വെച്ച് തരണമെന്നോ അല്ലെങ്കിൽ പൈസ സഹായിക്കണമെന്നോ ഒന്നും ഓർത്തിട്ടൊന്നും അല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്താണെന്ന് കൂടി എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും പറഞ്ഞു സുധിമോളെ സ്റ്റാർട്ട് ചെയ്യും, ശരിക്കും സുധിമോൾ ഇതിൽ കൂടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആ രക്ഷപ്പെടുന്നൊരു വാക്കാണ് ഞാൻ ഓർത്തിട്ടുള്ളൂ. കാരണം രക്ഷപ്പെടണം. കാരണം ഞാൻ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ അനുഭവിച്ചൊരു തെണ്ടിയായിട്ട് വളരുന്നതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് അങ്ങനെ വളരുന്നതിൻ്റെ വേദന എന്നാന്ന് അറിഞ്ഞ് വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നല്ല രീതിയിൽ അവർ വളരണമെന്ന് എൻ്റെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നെ സ്നേഹിക്കുന്നതിന് ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് ആ ഒറ്റ വീഡിയോയുടെ അടിയിൽ കമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നെ ആൾക്കാർ സ്നേഹിക്കുന്നത്. ഞാൻ എപ്പോഴും എന്തിനാ ഇങ്ങനെ ആരുമില്ലെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ആരുമില്ല കേട്ടോ. ഈ ലോകത്തിൽ ഇപ്പം ഒത്തിരി പേരുണ്ട് എന്നെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ജനങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അത് മനസ്സിലായി. പിന്നെ എല്ലാവരും ഇപ്പം തരുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ എനിക്ക്, എൻ്റെ ചാനൽ വളരാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം എനിക്ക് കിട്ടുന്നൊരു സപ്പോർട്ടുണ്ട്. ഇപ്പം ഈ നിമിഷത്തെ എനിക്ക് കിട്ടുന്ന സപ്പോർട്ടുണ്ട്. ലൈക്ക് കമൻ്റൊക്കെ ഒത്തിരി. ഞാൻ ആകെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്നാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. ഞാൻ തന്നെ അന്തിച്ചു പോയൊരു സംഭവമാണത്. കാരണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് എനിക്ക് മനസ്സിലായി. എന്നെ എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുടുംബത്തുള്ള ഒരാളെപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായി പോയത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒത്തിരി വിഷമങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയ ഞാനുണ്ടായി അന്നാണ് എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നത്. അമ്മയുടെ ആൾക്കാർ അച്ഛൻ്റെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ആ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഇത് എന്നാന്ന് ചോദിച്ചാൽ സുധി എങ്ങനെയാണ് ഇത്രയും കഷ്ടപ്പാട് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അമ്മ പ്രസവിക്കുന്ന അന്നാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ അമ്മയുടെ ആൾക്കാർ അച്ഛൻ്റെ ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മച്ചിനെ നോക്കാനായിട്ട്. പ്രസവിച്ച് 4 ദിവസം അമ്മച്ചി കുളിപ്പിക്കാനൊന്നും ആരുമില്ലാതെ പ്രസവിച്ച് വീട്ടിൽ തന്നെയാണ് കിടന്ന് പ്രസവിക്കണമൊക്കെ. അപ്പോൾ ആ അഴുക്കിലും വൃത്തികേടായിട്ട് കിടന്ന് ചീഞ്ഞ മണത്ത് ഒരു കാലം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വളർന്ന ഒരാളാണ്. അപ്പോൾ കരിക്കടത്തുണി പോലത്തെ ഒരു തുണിയിൽ എന്നെ പൊതിഞ്ഞുകൊണ്ട് അമ്മച്ചി പാട്ട പെറുക്കാനും ഒരു ആക്രസാനം പെറുക്കാനും ഒക്കെ മെഡിക്കലിൻ്റെ വാതിക്കലൊക്കെ പോയി തെണ്ടാനും ഹോട്ടലിൻ്റെ പുറകിൽ നിന്നൊക്കെ കഴിച്ച് കളയുന്ന ഭക്ഷണം വാങ്ങിപ്പോകാനൊക്കെ ഉള്ള ആ ഒരു എൻ്റെ അമ്മച്ചീനെ കണ്ടാണ് ഞാൻ വളർന്നത്. കാരണം ഞങ്ങൾ അതിലൊക്കെ ഒരു ഇപ്പോൾ പേര് പറയാം, അമ്മണിയമ്മയും ജോണച്ചനും
ജിനിച്ചേട്ടായി അമ്മണം ചേട്ടായി ആ ഒരു കുടുംബത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അച്ഛനാ ഒരുമാതിരി വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അറിഞ്ഞുകൂടാ അച്ഛൻ ഇങ്ങനെ ഇല്ലല്ലോ. അപ്പം അപ്പുറത്തെ ആ അച്ഛനാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതും വാരി തരുന്നതും കോരി തരുന്നതും ഒക്കെ. എൻ്റെ മനസ്സിലൊരു 8-10 വയസ്സ് ഒരു ആളാണ് എൻ്റെ അച്ഛൻ എന്നാണ്. കാരണം അതുപോലെയാണ് നമ്മൾ സംരക്ഷിച്ചിട്ടുള്ളത്. പണ്ട് എൻ്റെ അമ്മച്ചി എന്നെ ഈ ചീഞ്ഞ കരിക്കൽ തുണി പൊതിഞ്ഞുകൊണ്ട് ആക്രിയൊക്കെ പെറുക്കാൻ പോകുമ്പോഴത്തേക്കും അവിടുന്ന് ജിനിച്ചേട്ടായി എന്നെ കൈ പിടിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ ഒത്തിരി ദൂരം നടന്ന് പോയി അമ്മേനെ സഹായിച്ചിട്ടുണ്ട് ജിനിച്ചേട്ടായി. എൻ്റെ കൂടപ്പുറപ്പാണ് കേട്ടോ. അത് മറക്കാൻ ഒരു വയറ്റിൽ നിന്ന് വരണമെന്നൊന്നുമില്ല ചോരബന്ധം ഉണ്ടാണെങ്കിൽ. അതുപോലെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് എൻ്റെ ജിനിച്ചേട്ടായി എനിക്ക്. അത് പിന്നെ അങ്ങനെ വിഷമം വരും. അതുകൊണ്ടാണ് ഇച്ചിരി നിർത്തി പറയുന്നത്. കരയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കരയുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ തെണ്ടി വളർന്ന ഒരാളായതുകൊണ്ടും അത്ര കഷ്ടപ്പെട്ട് പട്ടണിയിലും പരിവട്ടിലും തേങ്ങി വളർന്ന ഒരാളായതുകൊണ്ട് സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ നിസ്സാരമായിട്ട് ആൾക്കാർ എന്നെ തന്തിരാത്തോളെന്നൊക്കെ വിളിക്കാറുണ്ട്. അതാണ് നോ പ്രോബ്ലം. എനിക്കത് പ്രശ്നമല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനുമായിട്ട് എനിക്ക് അമ്മയുണ്ടായിരുന്നു. എന്നെ പൊന്നു പോലെ നോക്കി. ഒന്നും അമ്മയ്ക്ക് സമ്പാദിച്ചു തരാനോ വലിയ ആർഭാട കാശുകാരുള്ള വീട്ടിലെ മക്കളെ പോലെ ഒന്നും അല്ല വളർന്നെങ്കിലും സ്നേഹം അതെനിക്ക് തരുമായിരുന്നു. പിന്നെ എനിക്ക് മോട്ടിവേഷൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അമ്മ എങ്ങനെയാണ് നിങ്ങളെ വളർത്തിയത്, കഷ്ടപ്പെട്ടത്. അപ്പോൾ എൻ്റെ മകൾ എവിടെ ചെന്നാലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കണം, എവിടെ ചെന്നാലും ഇപ്പം മോള് അവനെ അനുസരിച്ച് ജീവിക്കുക, അങ്ങനെ പറഞ്ഞു തന്നൊരു അമ്മയാണ് എനിക്കുള്ളത്. പാവം അമ്മയായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ ഇവിടെയൊക്കെ വന്ന സമയത്ത് വിശന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് പലഹാരമൊക്കെ തിന്നാൻ കൊതിക്കുന്ന സമയത്ത് അമ്മ ഇവിടെ പലഹാരമൊക്കെ ഇവിടെ കേട്ടതൊന്നുമില്ല ഞാൻ സമയത്ത് ആദ്യ സമയത്തൊന്നും. അപ്പോൾ അമ്മ ആ വരമ്പിൻ്റെ അങ്ങാറ്റത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് തരുമായിരുന്നു. ഇവിടെ എല്ലാവരും അമ്മനെ വിളിക്കുമായിരുന്നു ലോഡും വണ്ടിയെന്ന്. എല്ലാ മാസം കറക്റ്റ് ചാക്കും കൊട്ടൊക്കെ ആയിട്ട് കുറേ വമ്പ സാധനമായിട്ട് അമ്മ വരുമായിരുന്നു. അങ്ങനത്തെ ഒരു അമ്മ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് നഷ്ടപ്പെടും. ആ വേദന ഇപ്പോൾ ഈ വർഷം ഓഗസ്റ്റ് 16 വരെ 3 വർഷമായി ഞങ്ങളുടെ അടുത്ത് പോയിട്ട് മറക്കാൻ പറ്റാത്തൊരു വേദനയാണ് കേട്ടോ അത്. ഇപ്പം അമ്മയില്ല അച്ഛനിടുന്ന ഒത്തിരി വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇല്ല, കുറഞ്ഞു വന്നു. കാരണം ഒത്തിരി ആൾക്കാർ അതിനപ്പുറം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാനൊരു ഇൻസ്റ്റയിലൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അച്ഛനും അമ്മയിലേലും എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി അച്ഛനും അമ്മമാർ എന്നെ കോൺടാക്ട് ചെയ്യാൻ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി നമ്മുടെ വിദ്യ ചേച്ചി സ്റ്റാൻഡപ്പ് പറഞ്ഞ വിദ്യ ചേച്ചിയുടെ കുടുംബം. എനിക്ക് ആദ്യമായിട്ടൊരു പ്രോഗ്രാം ഇത് കുറച്ച് ഞാനും വിദ്യ ചേച്ചി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വിദ്യ ചേച്ചിയുടെ അമ്മ എന്നെ വോയിസ് വിടുക. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മറക്കൂല. കാരണം ഞാൻ ആദ്യമായിട്ട് സ്കിറ്റ് കളിക്കാനായിട്ട് നമ്മുടെ ഫ്ലോറിൽ കയറുന്ന സമയത്ത് എല്ലാ നമ്മുടെ പരിപാടി അവതരിപ്പിക്കുന്ന ആ ഇംഗ്ലീഷ് ആക്കാൻ എനിക്ക് അറിയാൻ മാത്രം വിട്ട് കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആൾക്കാരും ഫ്ലോറിൽ കയറുമ്പോൾ അവിടെ അച്ഛനും അമ്മമാരെല്ലാവരും നല്ല പ്രാർത്ഥനയാണ് വെമ്പറടിക്കാനും സെറ്റായിട്ട് ചെയ്യണേന്ന് ഓർത്തിട്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനും ആരുമില്ല. ഒന്നും ചേട്ടാ എന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, പണിക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക്. അപ്പം എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തെങ്കിലും ഞാനൊന്നും കാണിച്ചില്ല. ഞാൻ നേരെ കയറി ഫ്ലോറിൽ കയറി ചെയ്ത് ബമ്പറടിച്ച് പുറത്തിറങ്ങി വന്ന് വീട്ടിൽ വന്ന് കയറിയ സമയത്ത് വിദ്യ ചേച്ചി എന്നെ വിളിച്ച് സുധി എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ വിളിച്ച് ചോദിച്ചു. ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് ചേച്ചിയായിട്ടൊരു ആത്മബന്ധം, ഒരു കൂടപ്പുറപ്പ് ബന്ധമുണ്ട് വിദ്യ ചേച്ചിയായിട്ട്. അപ്പോൾ ഞാൻ വിദ്യ ചേച്ചി സംസാരിച്ചു തന്നപ്പോൾ ഈ വിഷമം അറിയാതെ പറഞ്ഞപ്പോൾ വിദ്യ ചേച്ചി കരഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്നോട് സംസാരിക്കണം, എനിക്ക് മതിയടി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വിദ്യ ചേച്ചിയുടെ അമ്മ എനിക്ക് വോയിസ് വിട്ടു. ആ വോയിസ് ഞാൻ മരിക്കുന്നവരെ മറക്കൂല കേട്ടോ. വേറെ ഒന്നുമല്ല, വിദ്യാഭ്യാസം എനിക്ക് അമ്മ വിട്ടേക്കണ്. മോളെ എന്നെ കൊണ്ടാടാ വിശേഷം, നീ ഫ്ലോറിൽ കയറി അമ്മയോട് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നിനക്ക് വേണ്ടി. ഞാൻ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിച്ചില്ലേലും ഞാൻ ഇവിടെ ഇരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് അമ്മയില്ലെന്നുള്ള വിഷമമൊന്നും നീ കാണിക്കരുത്. വിദ്യ എങ്ങനെയാണോ ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ് നീ ഞങ്ങൾക്കെന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസിൽ. അതിനുശേഷം കഴിഞ്ഞ വിഷുവിന് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ രേഷയുടെ പൈസ തരും വിഷു കഴിഞ്ഞിട്ടോ. എനിക്കല്ലാതെ വേറെ ആരും വിഷു കഴിഞ്ഞിട്ട് തരാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലായ സമയത്ത് എൻ്റെ ആങ്ങളെ തരുമായിരുന്നു കേട്ടോ, അല്ലാതെ വേറെ ആരും തന്നിട്ടില്ല. പക്ഷെ നേരം വെളുത്ത് വിഷുവിനൊന്ന് നേരം വെളുത്ത് എനിക്കൊരു വോയിസ് വിദ്യച്ചിട്ട് അമ്മ ഇട്ടു. വിദ്യക്ക് ഞാൻ എന്ത് കൈനീട്ടം കൊടുത്തോ അത് തന്നെ എൻ്റെ മോക്ക് ഞാൻ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ട്. അന്ന് എനിക്കും മക്കൾക്കും ചേട്ടായിട്ട്. അതുപോലെ തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കിപ്പോൾ അവരെന്നെ ഒരു കൂടപ്പുറപ്പായിട്ടും അച്ഛനും അമ്മയായിട്ടും കരുതുന്നു. അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് വേണം, അതാണ് ഏറ്റവും വലുത്. പക്ഷേ നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടുണ്ടെങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഒത്തിരി ഉദ്ദേശിക്കുന്നൊന്നുമില്ല, കയറി കിടക്കാൻ സ്വന്തമായിട്ട്. നിങ്ങളിപ്പോൾ എപ്പോഴും ആട്ടും, നാളെ 2 കിടക്കുകയാണ്, രതീഷിന് ഇവിടെ നിന്നൊന്നും കൊടുക്കത്തില്ല, മൊത്തം അങ്ങനെ പറയും, ആട്ടും. പക്ഷെ എനിക്ക് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പം ആ ആട്ടാതെ എനിക്ക് വേണ്ടിയാണ് എൻ്റെ കെട്ടിയവൻ്റെ ജീവിതം വെറുതെ നശിച്ചു പോയത്. ചിലപ്പോൾ അയാൾ ഒരു സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ
ചിലപ്പോൾ ഇത്ര അനുഭവിക്കണം വരൂലായിരുന്നായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീധനം കിട്ടി, അത് വിറ്റിട്ടാണല്ലോ എവിടെ ഒരു സ്ഥലം മേടിച്ചാൽ ജീവിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഒന്നുമില്ലാതെ ആ മനുഷ്യൻ്റെ ജീവിതം ഹോമിച്ചൊരു ഇതാണ് എന്നെ കിട്ടിയത്. അപ്പോൾ എല്ലാവരും മനുഷ്യനൊക്കെ തള്ളിക്കളഞ്ഞേക്കുവാണ്. അപ്പോൾ ആ ആൾക്കാരുടെ മുന്നിൽ ഞാൻ കാരണം പോയ ജീവിതം ആ മനുഷ്യന് നേടിക്കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് എനിക്ക്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് കയറിക്കൊടുക്കുന്ന സ്ഥലവും വരെ ആരും ആട്ടാതെ, അതിനാണ് ഞാൻ പ്രയത്നിക്കുന്നത്. ഈ പ്രയത്നിക്കുന്നതിൽ നിങ്ങളെല്ലാം സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാകണം. ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ തന്ന് സഹായിക്കണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നിങ്ങൾ ആ സഹായിക്കാതെ പറഞ്ഞ കാര്യം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അത് ഞാൻ നിഷേധിക്കുന്നതല്ല. ഞാൻ അത്ര ഉദ്ദേശം എനിക്ക് ആരെന്നും അങ്ങനെ എനിക്ക് അറിയില്ല, ഓവറായിട്ട് ചെയ്യാനും ഒക്കെ എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് അതെനിക്ക് മുന്നോട്ട് കിട്ടിയാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.